അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം. ഓക്കേ, അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 ക്ലാസ്സുകളാണ് ഇപ്പൊ നമ്മൾ ഓൾറെഡി എടുത്തത്. എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? നബിയുടെ വിളിപ്പേര്, ആദ്യം നമ്മൾ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു. മക്കളുടെ പേരും ഓക്കേ, അത് എഴുതി എല്ലാരും? നബിന്റെ മക്കളുടെ പേരൊക്കെ എഴുതിയോ? എല്ലാരും എഴുതിയോ? എന്നാ ഒന്ന് വായിച്ചേ. എന്തൊക്കെയാണ് നബിന്റെ മക്കളെ പേരുകൾ? എന്തൊക്കെയാ ഒന്ന് പറയ്. സൈനബ്, ഓക്കേ. ഞാൻ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ എല്ലാരും കൂടി പറയുമ്പോ ചിലപ്പോ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് പറയാം. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. അത് തെറ്റാണ്, അങ്ങനെയൊന്നും അല്ല, എനിക്ക് പറഞ്ഞു തരണേ. എന്റെ തെറ്റുണ്ടോ നോക്കണം കേട്ടോ. നിങ്ങളാണ് ടീച്ചർമാര്, ഉസ്താദുമാരെ ടീച്ചർമാരെ ഞാനൊന്ന് പറയട്ടെ. തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരണേ. റെഡി അല്ലേ? ചിലപ്പോ എന്റെ തെറ്റി പോകും, അപ്പൊ എനിക്ക് പറഞ്ഞു തരണം. റെഡി? ഓക്കെ. ഒന്നാമത്തത് എന്തായിരുന്നു? സൈനബ് ഉണ്ടോ അതില്? സൈനബ് ഉണ്ട്. ഓ, എനിക്കൊരു സമ്മാനം കിട്ടി. ഇനി 1, ഇനി 2. റുക്കിയ ഉണ്ടോ? ഉണ്ട്. ഓക്കെ, റുക്കിയ. അപ്പൊ 2 മാർക്ക് ആയിട്ടോ. ഇനി മൂന്നാമത്തത് ഉമ്മു കുൽസൂം ഉണ്ടോ? അതുണ്ടോ? 3 മാർക്കായി മോനെ. നാലാമത്തത് ഫാത്തിമ ഉണ്ടോ? അതുണ്ടോ? ഓക്കെ. അഞ്ചാമത്തത് കാസിം അതുണ്ടോ? അതുണ്ട്. 5 മാർക്കായി. ഇനി 6ാമത്തെ പറയാണ്. 6ാമത്തത് അബ്ദുള്ള ഉണ്ടോ? അതുണ്ടോ? ഓക്കെ, അപ്പൊ 6. ഇനി 7ാമത്തെ കൂടി പറയണം. ഇതും കൂടി ശരിയായാൽ എനിക്ക് സമ്മാനം തരണം. 7ാമത്തെ എന്താ വെച്ചാല് ഇസ്മായിൽ. ഇബ്രാഹിമ. ഷോടോ, തെറ്റിപ്പോയില്ലേ? എന്നാ ഒന്നും കൂടി പറ. ഇനി തെറ്റുണ്ടെങ്കിൽ പറയണം. ഒന്നും കൂടി പറയട്ടോ. ശ്രദ്ധിക്കണേ, ഒന്നും കൂടി പറയും. എല്ലാരും ശ്രദ്ധിച്ചോളീം. സൈനബ്, റുഖിയ, ഉമ്മു കുൽത്തൂം, ഫാത്തിമ, കാസിം, അബ്ദുള്ള, ഇബ്രാഹിം. ശരിയാണോ? ഇന്ന ഒരു ലൈക്ക് തരടോ. ഞാൻ പറഞ്ഞില്ല, എന്ത് ഉസ്താദുമാരങ്ങള്, എന്ത് ടീച്ചർമാരങ്ങള്. ഉഷാറായിക്കണു കുട്ടിയെന്ന് പറയണ്ട എന്നോട്. നിങ്ങൾ ഇങ്ങനെ കൈകൊണ്ട് കാട്ടി തന്നാ മതി. ഉഷാറായിക്കണു കുട്ടിയെന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ ടീച്ചർമാരല്ലേ? ഗുഡ്. ഓക്കെ. എന്നാലേ നമ്മളിപ്പോ 2 ക്ലാസ്സുകൾ പ്രധാനമായിട്ട് വിഷയങ്ങൾ പറഞ്ഞു. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോട്ടോ. ഒന്ന് നമ്മൾ പറഞ്ഞത് അള്ളാഹിനെ കുറിച്ചാണ്. അപ്പൊ ഞാൻ എന്താ പറയാൻ പോണേന്ന് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ഞാൻ എന്താ പറയാൻ പോണേന്ന്. ഒന്ന് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു നമ്മള്. 2ാമത്തത് നമ്മള് നബിനെ കുറിച്ച് പറഞ്ഞു, മുഹമ്മദ് നബിനെ കുറിച്ചും പറഞ്ഞു. ഇത് 2ഉം കഴിഞ്ഞാൽ, അള്ളാഹുവും റസൂലും കഴിഞ്ഞാൽ, അള്ളയും നബിയും കഴിഞ്ഞാൽ, പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാരാ? ആരാ പറഞ്ഞ മാതാപിതാക്കള്? ഗുഡ്, അടിപൊളി. അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോണത്. ഇന്ന് ഭയങ്കര രസമുള്ള കുറെ കാര്യങ്ങൾ. ഓക്കെ, മാഷാ അല്ലാ. ഓക്കെ, അപ്പൊ എന്നാ കേട്ടോളിട്ടോ. നമ്മൾ ആദ്യം അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ നമ്മൾ നബിനെ കുറിച്ച് പറഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളെ പാരന്റ്സിനെ കുറിച്ചാണ്, നമ്മളെ ഉമ്മാനി ഇപ്പാനിയും കുറിച്ചാണ്. നമ്മളെ ഉമ്മാനി ഇപ്പാനി പേരെന്താ? ഒന്ന് പറഞ്ഞേ, എല്ലാരും ഒന്ന് പറഞ്ഞേ. എന്താ ഉമ്മാനി ഇപ്പാനി പേരെന്താ? ആ,
ഷബാബ്. ഓരോരുത്തരോട് ചോദിക്കാം അവരിങ്ങനെ പറഞ്ഞു തരണേ. എല്ലാവരും പറയണം കേട്ടോ, എല്ലാവരും പറയണം. നമുക്ക് സമയം വളരെ കുറവാണ്, അപ്പൊ എല്ലാവരും പറയണം. ആദ്യം നമ്മൾ ചോദിക്കുന്നത് ഹാരിസിനോടാണ്. ഹാരിസ്. റാഷിദ് ഷെരിന. ഓക്കെ, ഗുഡ്. റാഷിദ്, സജിന അല്ലേ? ഓക്കെ. മുഹമ്മദ് അർഫാൻ. മുഹമ്മദ് അർഫാൻ പറഞ്ഞേ. മുസ്തഫ. എന്താണ് കേട്ടില്ല? അർഫാൻ വേം പറ, ഉറക്കെ പറ. നിങ്ങൾ ആരെങ്കിലും കേട്ടോ? ഏടാ കേൾക്കണില്ലേ? ആ, ഒരു കാര്യം ചാറ്റ് ബോക്സിൽ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, എന്നാലും ഞാൻ അടുത്തത് മുഹമ്മദ് ബിൻ സൽമാൻ. മുഹമ്മദ് പറഞ്ഞേ. പറയേ, വാപ്പാന്റെ പേരെന്താ? സൽമാൻ. ഓക്കെ, ഉമ്മാന്റെ പേര്? ഷമീന. ഓക്കെ, ഗുഡ്. ഓക്കെ, എന്നാ ആത്തിഫ് അഹമ്മദ് പറഞ്ഞേ. എന്താണ്? ഒരു കാര്യം, ഞങ്ങള് കമന്റ് ബോക്സിൽ ഇട്ടോളി. കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ അറിയില്ല? എല്ലാവർക്കും ടൈപ്പ് ചെയ്യാൻ അറിയില്ലേ? മണിപ്പാന്റെ പേരൊക്കെ ടൈപ്പ് ചെയ്യാൻ അറിയോ? വേഗം ടൈപ്പ് ചെയ്യാം. ഞാൻ അങ്ങനെ പറയാം, ഞാൻ അങ്ങനെ വായിക്കാം, അല്ലെങ്കിൽ എല്ലാരും കൂടി സമയം പോകും. എന്താണ്? അറിയില്ല. ആ, ഓക്കെ, ടൈപ്പ് ചെയ്യാൻ അറിയില്ല. ഓക്കെ, എന്നാ ഇവിടെ ഇൻസിയ ടൈപ്പ് ചെയ്തിക്കണ്. ഷബാബ്, ഹനീന. ഓക്കെ, ഗുഡ്. അർഫാൻ ടൈപ്പ് ചെയ്തു. റുക്സാന, ആഷിഫ്. ഓക്കെ, ഇനി വേറെയുള്ള ആൾക്കാരോ? വേഗം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വായിക്കാം, മറ്റേ എല്ലാരും കൂടി സമയം കിട്ടണില്ല. യദാലല്ലേ പറഞ്ഞേ? ഓക്കെ, മിസ്ബാഹ്, ഹിസാന. ഓക്കെ, പിന്നെ യാറാന്റേത് മുജീബുർ റഹ്മാൻ, ഷെരീഫ. ഓക്കെ, ഗുഡ്. പിന്നെ മുഹമ്മദ്, ഇർഫാന, ഫവാസ്. ഓക്കെ, ഗുഡ്. ഇനി ഹിബ, ഫാത്തിമ, ലബീബ്, ഹുസ്നത്ത്. ഓക്കെ, അടുത്തത് ആത്തിഫ് അഹമ്മദ്, മുഹമ്മദ് മുസ്തഫ, സുമയ്യ അല്ലേ? ഓക്കെ, എന്നാ ഞാൻ അടുത്തത് അദ്ലാൻ, മുബീന, അസീം. ഓക്കെ, ഹസ്ന, അതായത് ഇതില് പേര് കൊടുത്തിട്ടുള്ളത് ബിലാൽ. ഓക്കെ, ബിലാലിന്റെ പേര് ബിലാലിന്റെ ഉമ്മാന്റെ പേര് ഹസ്ന, ഉപ്പാന്റെ പേര് അസ്ലം. ഓക്കെ, വേഗം എല്ലാരും ടൈപ്പ് ചെയ്യടോ. ഫാത്തിമ നഫ്ല, നബീല്, ഹസ്ന. ഓക്കെ, ഗുഡ്. ഹാരിസ് മുഹമ്മദ്, റാഷിദ്, ഷെറീന. ഓക്കെ, നേരത്തെ പറഞ്ഞു അല്ലെ? ലഹാം, റജീസ്, അഫ്ന. ഓക്കെ, ഷയാൻ, ഫാത്തിമ, ഷമ്മാസ്. ഓക്കെ, പിന്നെ ഐഫോൺ എന്നാണ് പേര്, മനസ്സിലായില്ല. ഫാത്തിമ, റഹീം, സഹീറ. പിന്നെ സഫ്ന, ഷഫീഖ്. പിന്നെ മുഹമ്മദ്, അത് കുട്ടികളുടെ പേര് എഴുതണേ. എന്താണ് ഐഫോണിന്റെ? ഫാത്തിമ തസ്നി. ഓക്കെ, ഓക്കെ. എന്നാ ഞാൻ അടുത്തത് ആരാണ്? ഞാൻ പേര് വായിക്കണം, എല്ലാവരും ഇതുണ്ടോ നോക്കട്ടോ. മുഹമ്മദ് ഹലീം, മുഹമ്മദ് ആഷിം, അൻസിയ, ഇസ്ന, ഫാത്തിമ, ഖാലിദ്, നിഷാദ്, അസീറ. ഓക്കെ, മുഹമ്മദ് ബാക്കിർ, റസ്വിൻ. അതാ പോയാലോ. ഐമൻ മെഹദി, ഫാത്തിമ, മുഫീദ, മുഹമ്മദ് മഅറൂഫ്, ഉസൈർ, റിയാസ്, ഉബൈസ. ഓക്കെ, നഷ്വ, ദീജ, ഷാഹിദ്. പിന്നെ സെമീന, സൽമാൻ അല്ലെ? മുഹമ്മദിന്റെ പേരൻസ്. ഓക്കെ, ഇനി ആരെങ്കിലും വായിക്കാണ്ടോ? ഏകദേശം എല്ലാവരും വായിച്ചിട്ടുണ്ട്. ഷാസിലിന്റെ സജിന, ഫൈസൽ. ബാക്കിറിന്റെ പറഞ്ഞൂല്ലേ? അജ്സിന, റസ്വിൻ. ഓക്കെ, റെഡി. അപ്പോ എല്ലാവരും ഏകദേശം പറഞ്ഞു. അത് പറഞ്ഞെന്നും കൂടി പറഞ്ഞുതരാം. എന്തിനപ്പത് ചോദിച്ചറിയോ? ഒന്ന്, നമ്മളെ ഈ പറയപ്പെട്ട ഉമ്മയോടും ഉപ്പയോടും
നമുക്ക് ഇഷ്ടാണോ അല്ലേ? ഉമ്മാനിപ്പാൻ ഇഷ്ടാണോ? ഇഷ്ടാണ്. ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കൈബന്ധിച്ചേ. ഉമ്മാനിപ്പാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കൈബന്ധിച്ചേ. കൈ വെക്കണം. എല്ലാവർക്കും ഇഷ്ടാണല്ലേ? ഓക്കെ. പക്ഷെ എന്നാലും എന്താന്നറിയോ, ഇമ്മാരിന്നിട്ട് പിന്നെ എന്തിനാ നമ്മളെ തല്ലിയണേ? നമ്മള് നമ്മളെ ഓരെ പഠിപ്പിക്കാന്. ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ ഓര് നമ്മളെ തല്ലുക. എന്തുമ്മയാണത്? എന്തിനാണ് ശരിക്കും ഒരു തല്ലണത്? എന്തിനാ? വെറുതെ തല്ലിയല്ലേ? നമ്മള് തെറ്റ് ഇനി വീണ്ടും ആവർത്തിക്കാതിരിക്കാനേ. നമ്മള് തെറ്റ് ചെയ്യണോണ്ടാണല്ലേ? അപ്പൊ തെറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല്ലേ? ഇല്ല. എന്നാ നിങ്ങള് കേട്ടോളൂ, നമ്മളിന്ന് കൊറേ കഥകളെ പറഞ്ഞു. കഥകൾ ഇഷ്ടമാണോ എല്ലാവർക്കും? എല്ലാവർക്കും ഇഷ്ടമാണോ? നല്ല ഇഷ്ടാണ്. ഓക്കെ. എന്നാ നമ്മളിന്ന് 5 കഥകൾ പറയും. എത്രണ്ണം? 5 എണ്ണം പറയും. ഈ 5 എണ്ണം ലാസ്റ്റ് ഞാൻ ചോദിക്കും. അപ്പൊ എനിക്ക് പറഞ്ഞു തരണം. റെഡി? ഇന്ന് രാവിലെ പൊറാട്ട തിന്നോരാരാ? അതല്ല ചോദ്യം, വേറെ ചോദ്യം ഉണ്ട്. ഇന്ന് പൊറാട്ട തിന്നോരെന്ന് കൈബന്ധിച്ചേ. ആരിസ്, എടാ നോക്കിക്കോട്ടെ, ആരിസ് പൊറാട്ട നിൽക്കണ്, ഫാത്തിമ നഫ്ല പൊറാട്ട നിൽക്കണ്, പിന്നാരെ പൊറാട്ട നിൽക്കണേ. ഇന്ന് ഓര് മിക്കവാറും ഉറങ്ങും തോന്നുന്നുണ്ട്. പൊറാട്ട എന്നതിനെ ഉറക്കം വരും. ഉറങ്ങുമോ ഫാത്തിമ നഫ്ല? ഉറങ്ങൂലല്ലോ? ഇല്ല. ആരിസ് ഉറങ്ങോ? ഇല്ല. ഓക്കെ. നമ്മൾ നോക്കൂട്ടോ, ഞാൻ അങ്ങനെ നോക്കും ആരാണ് പൊറാട്ട നിങ്ങളുടെ ഓരോ നോക്കിക്കട്ടെ, അവരാരെങ്കിലും ഉറങ്ങുന്നുണ്ടോ അല്ലേ നോക്കാം. എല്ലാവരും നോക്കട്ടോ, ചിലപ്പോൾ ഞാൻ തന്നെ ഉറങ്ങും, പറയാൻ പറ്റൂല. ചിലപ്പോൾ എനിക്ക് തന്നെ ഉറക്കം വരും. ഞാൻ ഉറങ്ങുന്നുണ്ടോ എന്നെ നോക്കണേ. ഓക്കെ. അപ്പൊ എന്നാലും നമ്മൾ ഇന്നൊരു കഥ പറയാൻ പോകും. നമ്മൾ ആദ്യം നിങ്ങളെ പുസ്തകത്തിൽ എഴുതേണ്ട ഇതാണ് ഉമ്മയും ഉപ്പയും. വേഴുത് ഉമ്മയും ഉപ്പയും. ഇതാ നമ്മള് ടൂറ് പോവുകയാണ് മക്കളെ, വണ്ടിയിലിട്ട് പോവുകയാണ്. പേനൊക്കെ എപ്പോഴാണോ ചോദിക്കണ? വേഗം എഴുതും മനുഷ്യന്മാരെ. കഴിഞ്ഞോ? ആരാടോടെ വരീണത്? എഴുതി കഴിഞ്ഞോ? ഓക്കെ, ഗുഡ്. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഉമ്മയും ഉപ്പയും എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. നമ്മളെ ഉമ്മനോട് ഉപ്പനോട് നമുക്ക് നമ്മൾ ആദ്യം ഒരു കാര്യം ചോദിക്കും. ഉമ്മയും ഉപ്പയും എന്നാണല്ലോ ഇപ്പൊ പറയണത്. ഉമ്മ ഇപ്പി നമ്മക്ക് എന്തൊക്കെ ചെയ്തു തരണേ ഒന്ന് പറഞ്ഞാണി. ഉമ്മയും ഉപ്പയും എന്നാണ്. ഹെഡിങ് കാണിച്ചോ? ഇനി കാണിച്ചോ? എന്താ ചങ്ങായ, വേഗം ഇത് അതായത് ഉമ്മയും ഉപ്പയും. എഴുതി കഴിഞ്ഞോ? എല്ലാരും കഴിഞ്ഞോ? ഓക്കെ, ഗുഡ്. എന്നാ ഒരു ചോദ്യം ചോദിക്കാണ്, എല്ലാരും ശ്രദ്ധിക്കുക. നമ്മുടെ ഉമ്മയും ഉപ്പയും നമുക്ക് എന്തൊക്കെ കാര്യങ്ങളെ ചെയ്തന്നേ ഒന്ന് പറഞ്ഞാണി. ഭക്ഷണം ഉണ്ടാക്കി തരും. യെസ്, ഗുഡ്. ഒന്ന്. പിന്നെ ടൂറ് കൊണ്ടുപോകും. യെസ്. 2. പിന്നെ ടോയ്സ് വാങ്ങിത്തരും. ഗുഡ്. പിന്നെ ഫുഡ് ഉണ്ടാക്കി തരും. നമ്മള് കഴിച്ചു കൊടുക്കും അല്ലെ? നമ്മള് കഴിച്ചു കൊടുക്കും. ഉമ്മ ചോറുണ്ടാക്കും, നമ്മള് കഴിക്കും. അങ്ങനെയല്ലേ? കേട്ടില്ല. ഡ്രസ് വാങ്ങിത്തരും. ഓക്കെ. പിന്നെ ആരൊക്കെയുടെ വർത്താനം പറയുന്നുണ്ട് കേട്ടോ, വെറുതെ വർത്താനം പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ ആ തോക്കെടുത്താലോ? പകട്ടെ, ഇവിടെയൊക്കെ പകട്ടെ. വർത്താനം പറഞ്ഞ അപ്പ ഓടി വെക്കും. ഓക്കെ. അപ്പോഴേ എന്നാല് നമ്മള് നമ്മളെ ഉമ്മയും ഉപ്പയും ചെയ്തെന്ന കാര്യങ്ങൾ
നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നു, ടൂറ് കൊണ്ടുപോയി, ടോയ്സ് വാങ്ങി തന്നു, പിന്നെന്താ ഇത്ര ഇപ്പം ഇങ്ങോട്ട് പറഞ്ഞേ, ഡ്രസ് വാങ്ങിത്തരൂ. ഡ്രസ്സ് വാങ്ങി തന്നു, പിന്നെ അതൊന്നും അല്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായിരിക്കും അത്? നമ്മളെ സ്നേഹിക്കോ. സ്നേഹിക്കും, അതൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ടി കുറെ ത്യാഗം സഹിക്കും. ത്യാഗം സഹിക്കും. ഗുഡ്. അതെ അതെ അതെ. ആദ്യം നമ്മളോട് ത്യാഗം ചെയ്തതുണ്ട് അല്ലേ? നമ്മള് ആദ്യത്തെ ഒരു കഥ പറഞ്ഞു കേട്ടോ, നേരെ ശ്രദ്ധിച്ചോ. ഒരു ദിവസം നബിന്റെ അടുത്തേക്ക് ഒരാൾ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരാൾ വന്നു. എന്നിട്ട് നബിനോട് ചോദിക്കാണ്, നബിയെ, ഞാൻ ഏറ്റവും കൂടുതൽ കടമപ്പെടേണ്ടത്, ഞാൻ ഏറ്റവും കൂടുതൽ കടമയുള്ളത്, എനിക്ക് ഏറ്റവും കൂടുതൽ ഞാനിങ്ങനെ അനുസരിക്കേണ്ടതും അവരെ സ്നേഹിക്കേണ്ടതൊക്കെ ആരെയാണ് എന്ന് ചോദിച്ചു. കേട്ടോളിട്ടോ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉമ്മുക്ക. എന്താണ് അതിന്റെ അർത്ഥം? എന്താണ്? ഫസ്റ്റ് പറഞ്ഞത് ആരെയെ? ഉമ്മ. പിന്നെ ചോദിച്ചു, ആ ശരി, പിന്നെ ആര്? അപ്പോൾ പറഞ്ഞു ഉമ്മാന്ന്. രണ്ടാമത്തതാണ് ഈ പറഞ്ഞ എന്താണ്? ഉമ്മ. പിന്നെ ചോദിച്ചു സുമ്മ, പിന്നെ ആര്? മൂന്നാമത്തതാണ് ഈ പറഞ്ഞു ഉമ്മ. ഇതും കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചു, അല്ല നബി ഇഞ്ഞാരുള്ള? അപ്പൊ പറയാണ്, അതായത് മൂന്ന് തവണയും ഉമ്മാന്റെ പേരാ പറഞ്ഞേ. അപ്പൊ എന്താ അതിന് മാത്രം ഉമ്മ ഉണ്ടാക്കിയത്? നമ്മൾ എന്താ ഉമ്മാക്ക് ഇവിടെ പണി? ഉമ്മ ഇവിടെ എന്താ ഒന്നും ചെയ്യില്ല, ഉമ്മ അവിടെ ഇങ്ങനെ ഫോണ് കളിച്ചോണ്ടിരിക്കല്ലേ, ഉമ്മാക്ക് ഒരു പണിയില്ലല്ലോ ഇവിടെ എന്നൊക്കെ ചോദിക്കും അല്ലേ? സത്യത്തില് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴേ, നിങ്ങളെ വീട്ടില് നിങ്ങളെ താഴെ അനിയന്മാരുണ്ടോ? അനിയന്മാരൊക്കെ ഉണ്ടോ? ഉണ്ടോ? ഉണ്ടല്ലേ? നിങ്ങളെ വീട്ടില് പിന്നെ അല്ലെങ്കിൽ നമ്മളെ പിന്നെ വേറെ ഏതെങ്കിലും കുടുംബക്കാരൊക്കെ ഇങ്ങനെ ഗർഭിണിയാകാറില്ല, അങ്ങനെ വയറൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ആ, അങ്ങനെ വയറിങ്ങനെ വീർത്ത് വരും. ഒരു ഭക്ഷണം കഴിച്ചിട്ടാ വയറ് വീർത്തിക്കണേ? പിന്നെന്താ? അതിന്റെ ഉള്ളിൽ എന്തുണ്ട്? ആരുണ്ട്? നിങ്ങൾ ആലോചിച്ച് നോക്കട്ടോ. നമ്മളെ നിങ്ങൾക്ക് എത്ര വയസ്സായി? 9 വയസ്സ്, 5 വയസ്സ്, 6 വയസ്സ്, 7 വയസ്സ്, 8 വയസ്സ്, 10 വയസ്സൊക്കെ ഉണ്ട്. ഓക്കെ എന്നാ നോക്കിക്കോളി, ഇങ്ങളെ പ്രായം, ഇങ്ങളെ വയസ്സ് +1 ഒന്നും കൂടി കൂട്ടുക. എന്നിട്ട് അത്രയും വർഷം മുമ്പ് നിങ്ങൾ എവിടെ ഇരുന്നെന്ന് അറിയോ? നിങ്ങളിപ്പോ എന്റെ പേരുണ്ടല്ലോ, എന്റെ പേര് ഇതാണ്, എന്റെ പേര് പാത്തുമ്മാന്നാണ്, എന്റെ പേര് ആമിനോണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയില്ലേ? ഇപ്പൊ നമുക്ക് പേരൊക്കെ ഉണ്ട്. പണ്ടെന്താ ഉണ്ടായിരുന്ന അറിയോ? നമ്മൾ ഉമ്മാന്റെ വയറ്റിൽ ഇങ്ങനെ എപ്പോഴും ഉറങ്ങുക അല്ലെ, ഉറങ്ങിക്കൊണ്ട് അങ്ങനെ ഇരിക്കും. അപ്പൊ ഉമ്മ എന്താ ചെയ്യാ അറിയോ? ഇതിന്റെ കുട്ടിയാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? എല്ലാവരോടും ഇങ്ങനെ, ആരെങ്കിലും ഒച്ച ഉണ്ടാക്കല്ലേ, എന്റെ കുട്ടി ഉറങ്ങട്ടെ അല്ലെ? നമ്മള് ഉമ്മാന്റെ വയറ്റിലിരിക്കുമ്പോ തന്നെ ഉമ്മ എന്റെ കുട്ടിയാ, എന്റെ കുട്ടി. എന്നിട്ട് അങ്ങനെ എന്ത് ചെയ്യും? ഉമ്മ ഇങ്ങനെ നമ്മളെ കൊണ്ടു നടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉമ്മാക്ക് ചില ഭക്ഷണമൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെ കേട്ടോ. അപ്പൊ ഉമ്മ അറിയാം അത് തിന്നണം എന്ന് പറയുമ്പോ അപ്പ വല്യമ്മ അറിയാം കഴിക്കാൻ പാടില്ല, കുട്ടിക്ക് കംപ്ലൈന്റ് ആണ്, കഴിക്കാൻ പാടില്ല. ശരി എന്നാ വേണ്ട, കുട്ടിക്ക് കംപ്ലൈന്റ് ആണെങ്കിൽ വേണ്ട, എല്ലാരും കൂടി ടൂറ് പോവുകയാണെന്ന് അറിയും. അപ്പൊ ഉടനെ പറയേ, കുട്ടി വയറ്റിലുള്ള ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല? ടൂർ പോകാൻ പാടില്ല. നമ്മളെ ഉമ്മാന്റെ ടൂറ് മുടക്കിയതാരാ? മുടക്കിയതാരാ? നമ്മള്. ഉമ്മാന്റെ ഫുഡ് മുടക്കിയതാരാ? നമ്മള് ചന്തിക്ക് 2 തരണ്ടേ? ഉമ്മാന്റെ ഫുഡും മുടക്കി, ടൂറും മുടക്കി, ഉറക്കവും മുടക്കി അല്ലേ? എന്നിട്ട് നമ്മൾ പറയാണ്, ഉമ്മയ്ക്ക് എന്താ എനിക്ക് ചെയ്തന്നെ? ഉമ്മച്ചിക്ക് അല്ലെങ്കിൽ ഇത്താത്താനല്ലേ ഇഷ്ടം, ഉമ്മച്ചിക്ക് അല്ലെങ്കിൽ അനിയനല്ലേ ഇഷ്ടം, ഉമ്മച്ചിക്ക് മറ്റോളല്ലേ ഇഷ്ടം, ഇന്ന ഇഷ്ടമല്ലല്ലോ എന്ന് അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റുമല്ലേ? നിങ്ങൾ പറയും, അങ്ങനെ പറയാൻ പറ്റുമല്ലേ? പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റൂല. എന്താ കാര്യം? നമ്മളമ്മക്ക് നമ്മളെ തന്നെയല്ലേ ഇഷ്ടം?
എന്താ ചില ആൾക്കാർ അവിടെ വർത്താനം പറയുന്നുണ്ട് കേട്ടോ. ഇമ്മമാർക്കാണ് ആദ്യം അടിയിട്ടേണ്ടി പോകുന്നുണ്ട്. ഉമ്മമാരാണ് അവിടെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നത്. ആരവിടെ വർത്താനം പറയണേ? ഞാൻ അവിടെ ഉമ്മമാരെ പേര് ഇവിടെ പറയാം, അപ്പോഴേ ക്ലിയർ ആവുള്ളൂ. എന്നിട്ട് ആ വീഡിയോയിൽ വരണം. കുട്ടികളെക്കാൾ കഷ്ടമാണ് ചില സമയത്ത് ഉമ്മമാർ. ഓക്കെ, അപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കാം കേട്ടോ. അതായത് നമ്മളെ ഉമ്മ നമ്മൾ അത്രയും നോക്കി. ഇനി ഉമ്മ എങ്ങനെ പ്രസവിച്ചത് അറിയോ? ഓ എൻ്റെ റബ്ബേ, ഉമ്മ കരഞ്ഞ് 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 ഉമ്മാന്റെ ശരീരം, നമ്മളെ ഈ വിരലില്ലേ, ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ചാൽ എന്താ ചെയ്യാ? നമുക്ക് നല്ല സുഖം ഉണ്ടാവുമോ? ഉണ്ടാകുമോ? ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിക്കുക, എല്ലാവരും പിടിക്കുക, ഇങ്ങനെ പിടിക്കുമ്പോൾ നോക്കട്ടെ. അല്ലെങ്കിൽ വിരലിൽ പിടിച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ചാൽ നോക്കട്ടെ. നല്ല രസം ഉണ്ടാവും. നല്ല സുഖല്ലേ? നല്ല സുഖം ഉണ്ടല്ലേ? സുഖമുണ്ടോ? ഇഷ്ട. അത് ഇങ്ങനെ പിടിച്ചിട്ടല്ല, ഇങ്ങനെ പിടിച്ചിട്ട് പൊട്ടിക്കണം, ഫുള്ളായിട്ട് പൊട്ടിക്കണം. അത് ഇഷ്ടമുണ്ടോ? അത് ഇഷ്ടാണോ? എന്നെ കാണുമ്പോ ഞാൻ പൊട്ടിക്കാട്ടോ. ഓക്കെ, അപ്പോഴേ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വേദനക്കാരം. നമ്മളെ കയ്യോ എന്റെ കയ്യിന്റെ മോന്റെ കൈ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നൊക്കെ പറയില്ല നമ്മള്. എന്നാല് നമ്മളെ ഉമ്മാന്റെ എല്ലുകൾ ഒരുമിച്ച് ഇങ്ങനെ ടേ എന്ന് പറഞ്ഞ് പൊട്ടിക്കണ രൂപത്തിലാണ് നമ്മൾ ഉമ്മാന്റെ വയറ്റുന്നിട്ട് പുറത്തേക്ക് വന്നത്. ഉമ്മക്ക് എങ്ങനെ കരഞ്ഞിട്ട് ആകെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഉമ്മാന്റെ വയറ്റുന്നിട്ട് പുറത്തേക്ക് വരും. ഡോക്ടർ നമ്മളെ പുറത്തേക്ക് എടുക്കും. പുറത്തേക്ക് എടുത്തിട്ട് കേട്ടോളേ, പുറത്തേക്ക് എടുത്തിട്ട് നമ്മളെ കാലും അങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തൂക്കി പിടിച്ചു. കാല് മേപ്പോട്ടും തല കീപ്പോട്ടായിട്ട് ഇങ്ങനെ തൂക്കി പിടിക്കാൻ പറ്റും. എന്നിട്ട് ഇങ്ങനെ ഉമ്മാൻ്റെ അടുത്തേക്ക് ചെല്ലും. അപ്പൊ ഉമ്മ എന്താ പറയാറോ? കൊണ്ടേക്കോ അതിന്, അല്ലെങ്കിൽ മനുഷ്യന് ഇത്ര നേരായിട്ട് എന്നൊന്നല്ലമ്മ പറയാം. ഉമ്മ വേഗം എന്റെ കുട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഈ മുത്തമ്പടെ ആദ്യം മുത്തം തന്നത് ആരാന്നറിയോ? നമ്മളെ കവിളത്ത് ആദ്യം മുത്തം തന്നത് ആരാ? നമ്മളൊന്നാണ്. എന്നാ വേഗം ഓടിപ്പോയിട്ട് ഉമ്മാക്ക് ഒരു മുത്തം കൊടുത്തിട്ട് ഓടിണ്ടി വരും. വേഗം ഇപ്പൊ പോയി കൊടുക്കുക, വേഗം കൊടുക്കുക. ഉമ്മാന്റെ അടുത്ത് പോയിട്ട് മുത്തം കൊടുത്തിട്ട് ഓടിണ്ടി വരും. 1 മിനിറ്റ് സമയമുണ്ട്. വേഗം 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 പോയി കൊടുക്ക് ചങ്ങായിമാരെ. അത് ആരൊക്കെ പോയി കൊടുത്തേ? വേഗം പറയും. വേഗം പോയി കൊടുത്തിട്ട് വാ. അതാ സൽമാൻ പോയി, ഇതാ മൈമൂന പോകാൻ നിൽക്കുന്നു. വേഗം വേഗം. ഇല്ലല്ല, എല്ലാരും പോയിട്ടില്ല. വേഗം കൊടുത്തിട്ട് വരണം. ആരൊക്കെ കൊടുത്തേ? അതാ ഫൈഹ കൊടുത്തു വന്നു, നെഷ കൊടുത്തു വന്നു, മൈമൂന കൊടുത്തു വന്നു, ഞാൻ ഓക്കെ, മുഹമ്മദ് കൊടുത്തു വന്നു, ഫാത്തിമ റഹീം കൊടുത്തു വന്നു. പിന്നെ എല്ലാരും കൊടുത്തോ? ഇല്ലല്ലോ, ചില ആൾക്കാർ കൊടുത്തില്ല. ഉസൈർ കൊടുത്തിട്ടില്ല. ഉസൈർ വേഗം പോ ചങ്ങായേ, വേഗം കൊടുത്തിട്ട് വാ. കൊടുത്തിട്ടില്ല ഇരിക്കല്ലോ, വേഗം പോയി കൊടുക്ക്. അയ്യേ, നോക്കിയൊക്കെ സെയ്ത് കൊടുത്തിട്ടില്ല. അയ്യയ്യേ, നമ്മളെല്ലാരും കൊടുത്തൂലേ, സെയ്ത് മാത്രം കൊടുത്തില്ല. വേഗം പോയി കൊടുക്ക്. സെയ്ത് ഓടിവാ. വേഗം കൊടുത്തിട്ട് വാടാ. ഇത് നല്ല കുട്ടിയാണ്. ഇതാ ഞാൻ പറഞ്ഞില്ലേ, സെയ്തൊക്കെ വേഗം പോയി. സെയ്ത് പോയേ, കൊടുക്കാൻ വേണ്ടി പോയി. ഓക്കെ, ലഹാം കൊടുത്തോ? ലഹാം ചെയ്യാൻ കൊടുത്തു. ഓക്കെ, ഗുഡ്, മാഷാ അല്ലാ. വേറെ ആരാ കൊടുത്തേ? വേറെ ഹാരിസ് കൊടുത്തു, ഉസൈർ കൊടുത്തു. ഓക്കെ, ഗുഡ്. ആയിഷ കൊടുത്തു. ഓക്കെ, ആദി കൊടുത്തു. ഓക്കെ, ഗുഡ്. എല്ലാരും ഉമ്മാർക്ക് വേഗം ഒരു ഉമ്മ കൊടുക്കുക, ഓടി വരിക. വന്നോ? എന്നാ ബാക്കി പറയും. അപ്പൊ നമ്മളെ ഉമ്മാര് നമുക്ക് ഇത്രയേറെ സഹായങ്ങളെ ചെയ്ത്. കാരണം ഉമ്മ അങ്ങനെ വയറ്റുന്നത് ഇങ്ങനെ കൊണ്ട് നടക്കുക, നമ്മളിങ്ങനെ ഏറ്റി നടക്കും. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ വയറ് ഫുള്ളായി കഴിഞ്ഞാലേ നമുക്ക് നടക്കാൻ കഴിയുമോ? നമ്മളിങ്ങനെ വയറ് തിന്നിട്ടേ പായസമൊക്കെ കുടിച്ചിട്ട് ആകെ വയറ് ഫുള്ളായിക്കും, എനിക്ക് നടക്കാൻ വയ്ക്കില്ല, ഞാൻ കുറച്ചേരം കടക്കട്ടെ അറിയും അല്ലേ? ഇനി അല്ലെങ്കിലോ, നമ്മളെ വയറ്റില് ഒരു കല്ല് കെട്ടിയിട്ട് നമുക്ക് നടക്കാൻ കഴിയുമോ? കുറച്ചേരൊക്കെ ചിലപ്പോ ഞാൻ കുറച്ചേരൊക്കെ ഒന്ന് അറിയും. ഇത് നമ്മളെ ഉമ്മ
ഏകദേശം 10 മാസാണ്. എത്ര? 10 മാസം 300 ദിവസത്തോളം എന്ത് ചെയ്യുന്നുണ്ട്? ഏകദേശം അത്ര ഏറ്റിങ്ങനെ നടക്കുക. നമ്മളെ നടക്കാൻ പോകുമ്പോൾ നമ്മളെയും കൊണ്ട് പോകും, ബാത്റൂമിൽ പോകുമ്പോഴും നമ്മളെയും കൊണ്ട്. ബാത്റൂം പോവാ, കുറച്ചു നേരം അവിടെ ഇരിക്കും, ക്ലോസറ്റിന്റെ അവിടെ ഇരുന്നോ, ഞാൻ പോയിട്ട് പോയിട്ട് ഒറ്റ അറിയോ? ഇല്ലല്ലോ, ഇല്ല അല്ലേ? മൈമൂനാന്റെ ഉമ്മ ആരാണ് ഒന്ന് പറഞ്ഞാണേ. ആയിഷ റംസി. ആയിഷ റംസി അവിടെ വർത്താനം പറയുന്നുണ്ട് മൈമൂന, അത് ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോഴേ പിന്നെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളമ്മ എത്രയേറെ നമ്മളെ സഹായിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് സഹായിക്കണം. ഉപ്പാനെയും സഹായിക്കണം. ഉപ്പ എത്രങ്ങാനും കഷ്ടപ്പെടണ്ടറിയോ? ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു മഴ പെയ്തു അൽഹംദുലില്ലാ. പക്ഷെ കുറച്ച് ദിവസം മുമ്പൊക്കെ പെരും ചൂടായിരുന്നു. നമ്മളപ്പ ഒരു മാസം ജോലിക്ക് പോകാതെ കൊണ്ട് ഇരുന്നു എന്ന് വിചാരിച്ചു. വാപ്പാക്ക് അസുഖം വന്നിട്ട് അവിടെ കടന്നാല് പിന്നെ നമുക്ക് ആരാ ചോറിന് വാങ്ങിത്തരിക? ആരാ ഷവർമ വാങ്ങിത്തരിക? ആരാ ചായ വാങ്ങിത്തരിക? ആരാ നമുക്ക് ഡ്രസ്സ് വാങ്ങിത്തരാ? ആ മന്തി ആരാ വാങ്ങിത്തരാ? അത് പറയേ. റോട്ടിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ട് ആ ബാ ചെയ്തേ എനക്ക് മന്തി ഒഴിച്ചരാന്ന് അറിയില്ലല്ലോ. ഞാൻ ഖത്തറില്ല. ആ ഖത്തറിലാണെന്നുണ്ടെങ്കിൽ എന്താ അവിടെ മന്തി വെറുതെ കിട്ടൂലല്ലോ, പൈസ കൊടുക്കണ്ടേ? ആ പൈസ എവിടുന്ന് കിട്ടുക? പൈസ എവിടുന്ന് കിട്ടുക അത് പറയേ. ആ വാപ്പാന്റെ അടുത്ത് വാപ്പ അധ്വാനിക്കുമ്പോൾ അത് കിട്ടുക. വാപ്പല്ലെങ്കിൽ എന്ത് കഴിഞ്ഞ് വാപ്പല്ലെങ്കിൽ പിന്നെ ആരാ നോക്കുക അവിടെ? ആ അപ്പൊ അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞമ്മക്ക് പടച്ചോ നൽകിയ വലിയ അനുഗ്രഹമാണ് നമ്മളെ ഉമ്മയും ഉപ്പയും എന്നുള്ളത്. അപ്പൊ നമ്മൾ ഉമ്മാനോട് ഉപ്പാനോടുള്ള 5 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. 5 എത്രണ്ണം? 5 എണ്ണം. 5 എണ്ണം പറയണ്ട. നോക്കിക്കോ. ഒന്നാമത്തെ വേഗം എഴുതിക്കോളി. ഒന്നാമത്തെ കാര്യം അവരെ ബഹുമാനിക്കുക. അവരെ ബഹുമാനിക്കുക. ഉമ്മാനി ഇപ്പാനി നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. ഓക്കെ, വേഗം ഇത് വേഗം എഴുതി. എന്നിട്ട് കുറെ കഥ പറയാണ്ടോ. ഇങ്ങോട്ട് വാ. ബഹുമാനിക്കുക. എഴുതിക്കണോ? വേഗം എഴുത്. അവരെ ബഹുമാനിക്കുക. അവരെ ബഹുമാനിക്കുക. ഓക്കെ, എന്താണ് ഉമ്മാനിപ്പാനും ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഒരു കഥ കേട്ടോളി കേട്ടോ. അവിടെ മുഹമ്മദ് നബി ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടോളി. എന്താണ് മൈമുന വേഗം എഴുതണ്ടേ? സമയല്ലല്ലോ. എഴുത്. എഴുതിക്കണോ? എഴുതിക്കണോ? എല്ലാരും കഴിഞ്ഞോ? എന്താണ് മൈമൂൻ തങ്ങള് ഇത് ഇങ്ങനെ സമയം കളിയില്ലേ? കഴിഞ്ഞു. ഓക്കെ, ഗുഡ്. ഇത് ബാക്കിയുള്ളവരെല്ലാരും കഴിഞ്ഞോ? ഗുഡ്. കഴിഞ്ഞവരാരാ? വേം പറ കഴിഞ്ഞവരാരൊക്കെയാ? ഗുഡ്, എല്ലാരും കഴിഞ്ഞു. ഓക്കെ. ഞാൻ അത് ലാസ്റ്റ് വായിക്കൂട്ടോ. ചില ആൾക്കാർ എഴുതാതെ എങ്ങനെ വീർപ്പിച്ചിരിക്കുന്നുണ്ട്. ചില ആൾക്കാർ എഴുതണില്ല. എനിക്ക് ഇവിടുന്ന് കാണുന്നുണ്ട്. ചില ആൾക്കാർ എഴുതാതെ ഇരിക്കുന്നുണ്ട്. ആ എഴുതാത്ത ആളുകളെ വീട്ടിൽ നമ്മൾ വന്ന് മൂക്ക് പിടിച്ച് ചമ്മന്തിയാക്കി ചോറിന് കൂട്ടും. ആ ഓക്കെ, റെഡി അല്ലേ? എന്താ പറയാ? എന്താ കേട്ടില്ല? ഇൻഷ പറ. കേട്ടില്ല. മൈക്ക് ഓൺ ആക്കും.
മൂക്ക് മുറിച്ചിട്ട് കാക്കൊക്കെ ഇട്ട് കൊടുക്കുന്നോളൂ. കാക്കക്കും പൂച്ചക്കും ഒക്കെ ഇട്ട് കൊടുക്കണം. അതെ 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 അതെ. എന്നാ കേട്ടോളിട്ടോ. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞെന്താ, ഇനി ഒരു കഥയാണ് പറയുന്നത്, നല്ല രസമുള്ള ഒരു കഥ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നബി ഉണ്ട്, സ്വഹാബിമാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കണ സമയത്തുണ്ട് ഒരാൾ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഇങ്ങനെ ദൂരത്തുനിന്ന് ഒരാൾ ഇങ്ങനെ നടന്നു വരുന്നു. ഇത് കണ്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണീറ്റിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരെ ആ നടന്നു വരുന്ന ആളെടുത്തേക്ക് ചെന്നു. നബിന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? നബി ഒരു പുതപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നബി ആ പുതപ്പ് ഊരിയിട്ട് നേരെ ആ ആളെങ്ങനെ മൈമൂനാന്റെ സൗണ്ട് പിന്നെയും പിന്നെയും വരുന്നുണ്ട്. അപ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ആ ഒരു പുതപ്പ് എടുത്തിട്ട് നേരെ ആ ഒരു വ്യക്തി ആരാണോ നബിന്റെ അടുത്ത് വന്നത് ആ വ്യക്തിനോട് പുതച്ചു. അപ്പോൾ സഹാബിമാരൊക്കെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ആരാപ്പത്? എന്താപ്പം ഒരു പ്രത്യേക? നബി ഇങ്ങനെ എണീറ്റ് നിൽക്കുക, എന്നിട്ട് നബി പോയിട്ട് എന്ത് ചെയ്യുക? നേരെ നബിന്റെ പുതപ്പ് എടുത്തിട്ട് പുതച്ചു കൊടുക്കുക. അപ്പം നബിനോട് ചോദിച്ചു, നബി അതാരാ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, എന്നെ ചെറുപ്പത്തിൽ നോക്കിയിട്ടുള്ള എൻ്റെ വളർത്തുമ്മയാണത്. നബിന്റെ വളർത്തുമ്മാനെയാണ് നബി അങ്ങനെ നോക്കിയത്. നബിന്റെ ഉമ്മ നബി ചെറുപ്പത്തിലായിരിക്കുന്ന സമയത്ത് നബിന്റെ ഉമ്മ മരിച്ചു അല്ലെ? നമുക്കറിയാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ യതീമായി ജനിച്ചു. 6 വയസ്സായപ്പോഴേക്കും ഉമ്മ മരിച്ചു. നബിന്റെ ഉമ്മാന്റെ പേരെന്താ? ആരാ പറ? വേഗം പറ, വേഗം പറ, വേഗം പറ, വേഗം പറ. ആരാ പറഞ്ഞ? ഫസ്റ്റ് ആരാ പറഞ്ഞ? ആരെ ശ്രദ്ധിച്ചില്ല. എന്നാ ഒരു ചോദ്യം കൂടി, ഒരു ചോദ്യം കൂടി. നബിന്റെ ഉപ്പാന്റെ പേരെന്താ? ഉപ്പാന്റെ പേരെന്താ? വേഗം പറ. ഉഷാറാക്കിട്ടെ. ചില ആൾക്കാർ ഐമനും ഇൻസിയും ഒക്കെ ഭയങ്കര ഉഷാറായിട്ട്, ബാക്കിയുള്ളവർ പറഞ്ഞേക്കണ് നല്ല ഉഷാറായിട്ട് തന്നെ പറഞ്ഞേക്കണ്. ഓക്കെ, അപ്പൊ എന്നാ കേട്ടോടെയും. അങ്ങനെ നബി അവിടെ പറഞ്ഞ എന്താണെന്നറിയോ? നബിന്റെ വളർത്തുമ്മാനെയാണ് നബി ആ പരിഗണിക്കണേ. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മളെ ഉമ്മാനെ നമ്മൾ ബഹുമാനിക്കണ്ടേ അല്ലെ? ഉമ്മാന്റെ മുന്നിൽ ഇങ്ങനെ കാലും കയറ്റിയിരിക്കുക അല്ലെ? വാപ്പാന്റെ മേത്തേക്ക് കാലെടുത്ത് വെക്കുക. ചില ആൾക്കാരൊക്കെ ഉമ്മാനിപ്പാനി തല്ലുക. ഇത് നല്ല കുട്ടികളുടെ സ്വഭാവമാണ് അത്. ആണോ? അല്ലേ? ഉമ്മാനെ തല്ലാൻ പറ്റുമോ? ഉമ്മാനെ തല്ലാൻ പറ്റുമല്ലേ? ഉമ്മാനെ തല്ലിയ നരകാണ്, ഒരു സംശയമല്ലേ? ഉമ്മാനെ തല്ലിയാല്, ഉമ്മാനെ വിഷമിപ്പിച്ചാല്, ഉമ്മാനെ കരയിപ്പിക്കാനൊന്നും പറ്റൂല. മനസ്സിലാവുണ്ടോ? അതൊക്കെ വലിയ കുറ്റം കിട്ടുന്ന കാര്യമാണ്. അപ്പൊ ഉമ്മാനിപ്പാനെ നമ്മൾ ഇതിനെ ബഹുമാനിക്കണം. ഉമ്മ വരുമ്പോഴേക്ക് അല്ലെങ്കിൽ വാപ്പ വരുമ്പോഴേക്ക് വാപ്പാന്റെ മുന്നിൽ ഇങ്ങനെ നീച്ചിക്കണം. ഇനി വേറൊരു സംഭവം പറഞ്ഞുതരാം കേട്ടോ, വേറൊരു സംഭവം പറഞ്ഞുതരാം. ഒരു ദിവസം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോകും കേട്ടോ. വേറെ കഥയാണേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോകുമ്പോണ്ട് രണ്ടാൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. രണ്ടാൾക്കാർ ഇങ്ങനെ വരിക. ആ വരുന്ന ആൾക്കാരെ കണ്ടപ്പോ പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല നിങ്ങൾ ആരാ ചോദിച്ചു. അപ്പൊ അതിലുള്ള ആള് പറഞ്ഞു, ഇത് ഞാൻ ഇന്ന ആളാണ്, ഇതിന്റെ വാപ്പയാണ് പറഞ്ഞു. ഞാനാണ്, ഇതിന്റെ വാപ്പയാണെന്ന്. അപ്പൊ ഉടനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയണം, എന്നാ ഞാൻ എനിക്കൊരു ഉപദേശം തരാം. കേട്ടോളിയേ, നീ വാപ്പാന്റെ മുന്നിൽ നടക്കാൻ പാടില്ല. വാപ്പ ഇരിക്കണതിന് മുമ്പ് ഇരിക്കാൻ പാടില്ല. വാപ്പാന്റെ പേരെടുത്ത് വിളിക്കരുതേ. വാപ്പാന്റെ പേരെടുത്തിട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടല്ലോ, മുഹമ്മദേ അങ്ങനെ പേര് വിളിക്കൂലേ? അങ്ങനെയൊന്നും വാപ്പാനും മനന്ന് പേര് വിളിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഓരോ മുന്നിൽ കാലും കയറ്റിയിരിക്കുക, ഇതൊന്നും ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്യണം? ഓരോ മുന്നിൽ ഇങ്ങനെ വളരെ വളരെ ബഹുമാനത്തോടു കൂടി ഇരിക്കണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. നമ്മുടെ ഉമ്മി ഇപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വർഗ്ഗമാണ്, സ്വർഗം. അപ്പോൾ എന്ത് ചെയ്യണം? അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഉമ്മാനെ നോക്കിയാലേ നമുക്ക് സ്വർഗം കിട്ടുള്ളൂ. ഉപ്പ പറഞ്ഞത് കേട്ടാലേ നമുക്ക് സ്വർഗം കിട്ടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ആ ഉമ്മി ഇപ്പിയും പറഞ്ഞതനുസരിച്ചിട്ട് ഇങ്ങനെ നിൽക്കണം. ഒന്നാമത്തെ കാര്യം മനസ്സിലായോ? റെഡി? ഓക്കെ. എന്നാ രണ്ടാമത്തെ പോയിന്റ് ഉണ്ട്. രണ്ടാമത്തെ എന്താ വെച്ചാല് അവരെ സഹായിക്കുക എന്നുള്ളതാണ്. ഇതൊരു ചോദ്യമാണ് മക്കളെ. ഉമ്മാനി ഇപ്പാനി സഹായിക്കാം. നേരെ നോക്കിക്കോ, ഇതിൽ എന്തൊക്കെ സഹായങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ ലാസ്റ്റ് ചോദിക്കും. അവരെ സഹായിക്കുക, ഉമ്മാനിപ്പാനി നമ്മൾ സഹായിക്കുക.
എഴുതിയെടുക്കാനാ? അവരെ സഹായിക്കുക എന്ന് എഴുതുക. നമ്മൾ ഉമ്മാനോട് ഉപ്പാനോടുള്ള കടമകളല്ലേ പറഞ്ഞേ, അതിലൊന്ന് പറഞ്ഞു അവരെ ബഹുമാനിക്കുക. ഉമ്മാനിപ്പാനും ബഹുമാനിക്കണം. അഥവാ ഓരെന്ത് ചെയ്യണം? ഓര് വരുമ്പോ എണീറ്റ് നിൽക്കുക, ഓരെ പേരെടുത്ത് വിളിക്കാതിരിക്കുക, ഓരെ കരയിപ്പിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവരെ ഹെൽപ്പ് ചെയ്യുക. ഉമ്മാനിപ്പാനെ നമ്മൾ എപ്പോഴും ഹെൽപ്പ് ചെയ്യണം അല്ലേ? ഓക്കെ, എന്നാ നമ്മൾ എഴുതി കഴിഞ്ഞോ? എല്ലാവരും എഴുതിയോ? ഓക്കെ, ഇവിടെ ഉള്ള ഒരു സംഭവമാണ് കഴിഞ്ഞിട്ടില്ല. വേഗം എഴുതടോ. കഴിഞ്ഞിട്ടില്ല. സ്നേഹിക്കുകയാണോ സഹായിക്കുകയാണോ? അവരെ സഹായിക്കുക, സഹായിക്കുക. ഞാൻ സ്നേഹിക്കുക. അതിന് മാറ്റില്ല, ഇതാക്കല്ല. എഴുതി. അൽഹംദുലില്ലാ. ഓക്കെ, എഴുതി കഴിഞ്ഞു അല്ലേ? ഓക്കെ, എന്നാ നമ്മൾ പറയാണേ. രണ്ടാമത്തെ കാര്യമാണ്, എന്താ രണ്ടാമത്തെ കാര്യം പറഞ്ഞേ? അവരെ നമ്മള് നമ്മുടെ അമ്മാനെ ഹെൽപ്പ് ചെയ്യണത്. ഇപ്പൊ ഉമ്മ ഭക്ഷണം ഉണ്ടാക്കും, നമ്മള് ഭക്ഷണം തീർത്തു കൊടുക്കും. ഇതാണോ സഹായം? ആണോ? അങ്ങനെയാണോ? അല്ല, ഉമ്മാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യണം, ഉപ്പാക്ക് ഹെൽപ്പ് ചെയ്യണം. എന്താ ഹെൽപ്പിംഗ് എന്ന് വെച്ചാല്, ഒന്നാമത്തെ കാര്യം, ഉമ്മ അടിച്ചു വരാ വിചാരിച്ചോ, അപ്പൊ അതിന്റെ ഇങ്ങനെ അടി കൂടി ഇങ്ങനെ നടക്കാം. ചില ആൾക്കാർ അടിച്ചു വരക്കും കൂടി അതിന്റെ അടി കൂടി ഇങ്ങനെ നടക്കും, മറ്റേ എലികൾ ഇങ്ങനെ പായണമായിരിക്കും. അത് ചെയ്യാൻ പറ്റുമല്ലേ? പറ്റുമല്ലേ? ഇല്ല. അപ്പൊ ഉമ്മ സൂര്യൻ കൊണ്ട് ഒന്ന് പൊയ്ക്ക അവിടുന്ന് ഇവിടെ അടിച്ചു വരട്ടാറില്ലേ നമ്മളോട്? അതെന്താന്ന് വെച്ചാല് നമ്മൾ ഉമ്മാനെ ഹെൽപ്പ് ചെയ്യുമ്പോ മനസ്സിലാവും. കേട്ടോളിയേ, നമ്മളെന്ത് ചെയ്യണം? അടിച്ചു അടിച്ചോരലുണ്ട്. ഗുഡ്. നമ്മൾ അടിച്ചു വരാൻ ഞാൻ ചോദിക്കട്ടെ, എന്നാ നമ്മൾ എന്തൊക്കെ ഹെൽപ്പ് ചെയ്യണ്ടെന്ന് പറയണം. ഞാൻ ഈ സ്ക്രീനിൽ നോക്കിയൊക്കെ കുറെ ഹെൽപ്പിങ്ങുകളുണ്ട്. ഇതിൽ ഏതൊക്കെ നിങ്ങൾ ചെയ്യലെന്ന് പറഞ്ഞുതരാം. ഒന്ന്, നമ്മളെ ഗ്ലാസ് ഒക്കെ ഇങ്ങനെ ക്ലീൻ ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ വേസ്റ്റുകളൊക്കെ എടുത്തിട്ട് കൊണ്ടേ കളയുക, അല്ലെങ്കിൽ അടിച്ചു വാരുക, അതല്ലെങ്കിൽ പിന്നെ പാത്രങ്ങൾ കഴുകുക, അല്ലെങ്കിൽ ഷെൽഫ് വൃത്തിയാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അലക്കുക, അല്ലെങ്കിൽ തുടക്കുക, ബാത്റൂം ക്ലീൻ ആക്കുക. ഇങ്ങനെ എന്താണ് നിങ്ങൾ ചെയ്യാറുള്ള ഹെൽപ്പ്? ഒന്ന് വേഗം പറഞ്ഞേ. നിങ്ങൾ എന്ത് ഹെൽപ്പ് ചെയ്യോ? അങ്ങനെ ഉമ്മാക്കൊരു പണിയില്ല തോന്നുന്നുണ്ട് നമ്മളെ വീട്ടിൽ. അതൊക്കെ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളെ ഉമ്മ ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മളെന്തായാലും വീട്ടിലിരിക്കുകയാണല്ലോ, നമ്മളെ ഉമ്മ ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ ചെയ്യണുണ്ട്. അപ്പൊ നമ്മളെന്ത് ചെയ്യാന്ന് അറിയാം, ഇന്ന് ഞങ്ങൾക്ക് ഒരു വർക്ക് തരികയാണ്. ചെയ്യേണ്ട കാര്യം എങ്ങനെയാന്ന് പറഞ്ഞുതരാം. നിങ്ങൾ 3 കാര്യങ്ങൾ, ഉമ്മാനെ ഹെൽപ്പ് ചെയ്യണ 3 കാര്യങ്ങൾ വീഡിയോ എടുത്ത് ഗ്രൂപ്പിലിടണം. മനസ്സിലായോ? അതായത് നിങ്ങൾ ഉമ്മാനെ പാത്രം കഴുകാൻ സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾ പാത്രം കഴുകുമ്പോൾ എന്ത് ചെയ്യുക, ഉമ്മാനോട് പറയാം, ഉമ്മ അതൊന്ന് വീഡിയോ എടുക്കുന്നു പറയാം. നിങ്ങൾ അടിച്ചു വരികയാണെങ്കിൽ അത്, നിങ്ങൾ വസ്ത്രം മടക്കി കൊടുക്കുകയാണെങ്കിൽ അത്, എന്താണോ ഹെൽപ്പ് ചെയ്യണത്. മനസ്സിലായോ? സംഭവം മനസ്സിലായോ? മനസ്സിലായോ അല്ലേ? ഏതെങ്കിലും മൂന്നെണ്ണം ഉമ്മാനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം. എന്നിട്ട് അതിന്റെ വീഡിയോ എടുത്തിട്ട് ഗ്രൂപ്പിലിടണം. നിങ്ങൾ എന്തൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റെഡി അല്ലേ? റെഡി ആയ ആൾക്കാരുണ്ടെങ്കിൽ കൈവക്കണം. റെഡി ആയ ആൾക്കാരെ കൈവക്കണം. ഉഷാറ് പോകാൻ തുടങ്ങി. എന്നാ ഞാൻ പോവാ.
പോട്ടെ, ഉഷാറ് പോണ്ടോ? അല്ലെങ്കിൽ കുറച്ചേരം കൂടി പറയട്ടെ? പറയട്ടെ, എന്താ ഒരു ഉഷാറില്ല കേട്ടോ. പറയട്ടെ പറയട്ടെ, കേൾക്കണില്ല, പറയട്ടെ. നിങ്ങളെന്താ പറയുന്നുണ്ടോ? എന്താ പറയണേ? കേൾക്കണില്ല. ഹലോ ഹലോ ഹലോ. ഓക്കെ ഓക്കെ, ഗുഡ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഉമ്മാനി ഇപ്പാനിയും ഹെൽപ്പ് ചെയ്യണം കേട്ടോ. 3 ഹെൽപ്പ്, ഏതെങ്കിലും 3 എണ്ണങ്ങൾ എന്ത് ചെയ്യാം ഇന്ന് ചെയ്തിട്ട് എന്ത് ചെയ്യണം? എന്താ ചെയ്യണ്ടേ? ഗ്രൂപ്പിലിടണം. ഗുഡ്. ഓക്കെ, എന്നാ 3ാമത്തെ കാര്യം കൂടി നമുക്ക് പറയാം കേട്ടോളേ. ഇപ്പൊ 2 കാര്യങ്ങൾ പറഞ്ഞു. 3ാമത്തെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരോട് ശബ്ദം താഴ്ത്തി സംസാരിക്കുക. പടച്ച റബ്ബേ, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവരോട് ശബ്ദം താഴ്ത്തി സംസാരിക്കുക. വേഗം എഴുതിക്കോ, വേഗം എഴുതിക്കോ, എല്ലാവരും എഴുതും. അവരോട് ശബ്ദം താഴ്ത്തി സംസാരിക്കുക. എഴുതിക്കഴിഞ്ഞ എല്ലാരും? എല്ലാരും എഴുതിക്കോട്ടെ. താഴ്ത്തി എല്ലാരും കഴിഞ്ഞ ഞാൻ എല്ലാരും കേട്ടിട്ട് പൊക്കാൻ മതിയേ. ഞാൻ ഒരു ലൈൻ 2ാമത്തെ ലൈൻ എഴുതല. അവരോട് ശബ്ദം താഴ്ത്തി സംസാരിക്കുക. ശബ്ദം അവരോട് ശബ്ദം താഴ്ത്തി സംസാരിക്കുക. സംസാരി എത്തിയിട്ടുള്ളൂ. ശബ്ദം താഴ്ത്തി എന്താ സാധനം? എഴുതി കഴിഞ്ഞ എല്ലാരും എഴുതിയോ? എല്ലാരും? ഞാൻ എഴുതില്ല. എടാ വേഗം എഴുതടാ. അവരോട് ശബ്ദം താഴ്ത്തി സംസാരിക്കുക. ഇനി മതിട്ടോ, ഇനി നമ്മൾ പറയണം. കുറെ കഥകൾ പറയാണ്ട്, ഇപ്പൊ ടൈം ആകാനായി. ഓക്കെ, എന്താണ് നിങ്ങള് ഒന്നും എഴുതണില്ല? നിങ്ങളവിടെ വർത്താനം പറയണേ. എന്നാ കേട്ടോളൂ, ഇതാ ഈ കഥയും കൂടി പറഞ്ഞ് ഞാൻ നിർത്തണം. കുറെ കഥകൾ പറയണെന്ന് നിങ്ങൾക്ക് ഒരു ഉഷാറ് ഇല്ല. ഓക്കെ, നിങ്ങള് പിന്നെ എഴുതാനുള്ളത് പിന്നെ എഴുതിയാൽ മതിട്ടോ. ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾക്ക് വീഡിയോ അയച്ചു തരുമല്ലോ, ആ വീഡിയോയിൽ നോക്കിയിട്ട് എഴുതിയാലും മതി. അല്ലെങ്കിൽ നമ്മളെ സമയം കുറെ പോകുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോഴേ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. കേട്ടോളിയേ. ഫാത്തിമ, നഫ്ല കേൾക്കണില്ലേ? ആരോ ഒരാൾ ഇവിടെ നേരെ ശ്രദ്ധിക്കണില്ല. ആരോ ശ്രദ്ധിക്കണില്ല എന്നൊരു സംശയമുണ്ട്. എല്ലാരും ശ്രദ്ധിക്കണ്ടോ? എങ്കില് ഒരു കഥ പറയാട്ടോ. അതായത് ഒരു വലിയ പണ്ഡിതനാണ് ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി. വലിയ പണ്ഡിതനാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു പ്രശ്നമുണ്ട്.
അതെങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കാണാം അതെങ്ങനെ വലിയ സൗണ്ട് ഇട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കും. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ കുറഞ്ഞ് അങ്ങോട്ട് വരും. സൗണ്ട് തീരല്ലാതെ പിന്നെ ഇങ്ങനെ വളരെ സാവധാനത്തിൽ ഇങ്ങനെ മെല്ലെ പറയും. സൗണ്ട് തീരെ ഉണ്ടാവൂല. കുറച്ച് കഴിഞ്ഞാൽ കാണാൻ സൗണ്ട് അങ്ങനെ കൂടി വരും ചെയ്യും. അപ്പൊ ആളുകൾ വിചാരിച്ചു എന്താ ഇപ്പൊ ഇത്, മൂപ്പർക്ക് എന്താ വട്ടാണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അസുഖമുണ്ടോ, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴാണ് മൂപ്പരോട് ചോദിച്ചത് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അതിന് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉമ്മ ഇങ്ങനെ വരും. ഉമ്മ വരുന്ന സമയത്ത് അദ്ദേഹം സൗണ്ട് ഇങ്ങനെ കുറക്കും. കാരണം ഉമ്മ ഉണ്ടാകുമ്പോ ഉമ്മാന്റെ മുന്നിൽ സൗണ്ട് ഇട്ട് സംസാരിക്കാൻ പറ്റൂല. മനസ്സിലായോ? വാപ്പാന്റെ മുന്നിൽ നമ്മളെ കണ്ടു എന്താ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കണ മനുഷ്യന്മാരുണ്ട്. പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുമോ ഉമ്മാനോട്? പറ്റുമല്ലേ? പറ്റൂല അല്ലേ? പറ്റൂല. അങ്ങനെ പറയുന്ന കുട്ടികളുണ്ടെങ്കിൽ അത് നല്ല അങ്ങനെ പറ്റുന്ന ആൾക്കാരുണ്ട്. ഒരു നല്ല കുട്ടികളല്ല, അതിനേ ഉള്ളൂ. നല്ല കുട്ടികൾ അങ്ങനെ പറയില്ല. ഇപ്പൊ നിങ്ങളെ അനിയന്, നിങ്ങളെ ചെറിയ അനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തലക്കം തന്നാ കണ്ട ജിന്നോടാ ചൂടാകണേ അറിയും അല്ലേ? എന്നിട്ട് നമ്മളെ അമ്മാനോട് ചൂടാകാം. അത് ശരിയാണോ? അല്ലല്ലോ. അതൊരു മോശം സ്വഭാവം. എന്നാലും വേറൊരു സംഭവം കൂടി പറഞ്ഞേരേ. അതെ അങ്ങനെയൊക്കെയാണ് ചെയ്ത് പറയാം അല്ലേ? ഞാനിവിടെ വന്ന തലമണ്ടക്കെട്ട് തരുന്നു ഇടയ്ക്ക് എനിക്ക് തോന്നലുണ്ട് അങ്ങനെയൊക്കെ. നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും പറയാൻ പറ്റൂല അല്ലേ? പറയാൻ പറ്റുമോ? അല്ല, നമുക്ക് ആർക്കും അങ്ങനെ പറയാൻ പറ്റൂലല്ലോ അല്ലേ? പറ്റുമോ? ഇല്ല. നല്ല കുട്ടികൾ എന്ത് ചെയ്യും? അങ്ങനെ ഒന്നും ഉമ്മാരോട് സംസാരിക്കൂല, വാപ്പാരോട് സംസാരിക്കൂല. ഒക്കെ എന്താണ്? മോശം കുട്ടികളുടെ സ്വഭാവമാണ്. ഇനി ഒരു കഥയും കൂടി പറഞ്ഞുതരാട്ടോ. ഒരു വലിയ ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു കേട്ടോ, ഒരാള്. അദ്ദേഹത്തിന്റെ ഉമ്മാന്റെ കൂടെ ഭക്ഷണം കഴിക്കൂല. അപ്പൊ എല്ലാവർക്കും ഇതെന്താ ഉമ്മാന്റെ കൂടെ ഭക്ഷണം കഴിക്കാത്തെ എന്ന് ചോദിക്കും. അപ്പൊ അദ്ദേഹം പറയാം, ഞാൻ എന്താ ഭക്ഷണം കഴിക്കാത്തേന്ന് അറിയോ? ഉമ്മാന്റെ കൂടെ ഭക്ഷണം കഴിക്കാത്തതിന്റെ കാരണം എന്താ അറിയോ? ഞാൻ ഉമ്മയും കൂടി ഇങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ അവിടെ ചിലപ്പോ ഉമ്മ അങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടാകും, അത് കഴിക്കണം എന്നിങ്ങനെ നോക്കി വെച്ചിട്ട്. മുഹമ്മദ് ബിൻ സൽമാൻ ശ്രദ്ധിക്കൂ. എന്ത് പറ്റി? എന്താ പ്രശ്നം? പറയൂ, എന്താ പ്രശ്നം? എന്താ? ഓക്കെ. അപ്പോ ഈ എന്താ പറയാ, ഈ ഒരു വ്യക്തി ഉമ്മാന്റെ കൂടെ ഭക്ഷണം കഴിക്കാത്തതിന്റെ കാരണം ചോദിച്ചപ്പോ എന്താ പറഞ്ഞേ അറിയോ? ഞാനും ഉമ്മയും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ ഉമ്മ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പാത്രത്തിലുള്ള സാധനം ഇങ്ങനെ നോക്കിയെടുത്തിട്ട് ഉമ്മ കഴിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഞാൻ അതറിയാതെ മെല്ലെ കഴിച്ചാല് എൻ്റെ ഉമ്മ നോക്കിയ ഒരു കാര്യം ഉമ്മ എടുക്കണം എന്ന് വിചാരിച്ചത് ഉമ്മാക്ക് കൊടുക്കാതെ ഞാൻ കഴിച്ചാല് അത് ഉമ്മാന്റെ മനസ്സ് വേദനിക്കൂലേ? എന്താണല്ലേ ഓരൊക്കെ അങ്ങനെ. നമ്മളാണെങ്കിലോ, ഉമ്മ എനിക്ക് എന്തായാലും 2 വേണം, ഇങ്ങക്കില്ലെങ്കിലും വേണ്ട, എനിക്ക് കിട്ടണം. ഇങ്ങനെ പറയണ കുട്ടികൾ നല്ല കുട്ടികളാണോ? അല്ല, മോശം കുട്ടികളാണ്. ഓരാദ്യം പറയാൻ എന്താ അറിയോ? നമുക്ക് എന്ത് കിട്ടിയാലും ആദ്യം കൊണ്ടുപോയി കൊടുക്കുക. ഉമ്മക്ക് ഒരു പൊട്ട് ഉമ്മടിക്ക്, എന്നിട്ട് മതി എനിക്ക്. എന്ത് കിട്ടിയാലും നിങ്ങൾക്ക് ഒരാൾ ചോക്ലേറ്റ് കൊടുന്നു തന്നോ, അപ്പൊ ആദ്യം ഉമ്മാക്ക് കൊണ്ടുപോയി കൊടുക്കുക. ഇതമ്മ ഇതൊന്നൊരു പൊട്ടെടുക്കി. നിങ്ങൾക്ക് വലിയപ്പം എന്ത് ചെയ്തു? ഒരു ലഡു കൊടുന്നു തന്നു, അപ്പൊ എന്ത് ചെയ്യണം? വലിയ ഉമ്മ കുറച്ചെടുത്തിരിക്കും. ഐസ്ക്രീം ഉണ്ടോ തന്നെ, അമ്മ ആദ്യം ഉമ്മ കഴിക്കും. ഇതാണ് നല്ല കുട്ടികൾ അല്ലെ? അങ്ങനെയല്ല നല്ല കുട്ടികള്? അപ്പൊ നമ്മൾ ഒന്ന് മുതൽ എന്ത് ചെയ്യണം? ആ രൂപത്തിൽ ഉമ്മനെ സ്നേഹിക്കാൻ, ഉമ്മാക്ക് സഹായം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? റെഡിയാവണം. ഓക്കേ. നമ്മൾ ഇന്ന് ഒരു വർക്ക് പറഞ്ഞു. രണ്ടാമത്തെ ഒരു വർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളൊരു ഒരു കത്ത് റെഡിയാക്കുക. കത്ത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കാർഡ് ഉണ്ടാവില്ലേ? കാർഡ് ഉണ്ടാക്കാൻ അറിയാം നിങ്ങൾക്ക്? കട്ട് ചെയ്തിട്ടൊക്കെ കാർഡ് ഉണ്ടാക്കുക. ഉമ്മാനോട് പറഞ്ഞു കൊടുത്താലും അറിയാം. എന്നിട്ട് ആ കാർഡിന്റെ മുകളിൽ ഇങ്ങനെ എഴുതണം, ഐ ലവ് മം ഡാഡ്, അല്ലെങ്കിൽ ഐ ലവ് അബി ഉമ്മി, ഐ ലവ് ഉമ്മ ഉപ്പ.
ഇത് ഉമ്മാക്ക് കൊടുക്കണം, ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം. റെഡി? ആ ഉണ്ടാക്കിക്കൂടെ? വയ്ക്കൂലേ? ഒന്ന് പറയടാ. റെഡി അല്ലേ? ഓക്കെ, എന്നാ ചെയ്യുന്നുള്ളവരൊന്ന് കൈബന്ധിച്ചേ. ഒന്ന് തംസ് അപ്പ്. ചെയ്യുന്ന എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഓക്കെ, ഉണ്ടാക്കിയിട്ട് ഗ്രൂപ്പിലിടണം. അപ്പൊ 2 വർക്ക് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഉമ്മാനെ സഹായിക്കുക, രണ്ടെന്ത് ചെയ്യുക, എനിക്ക് ഉമ്മാനി ഉപ്പാനി ഒരുപാട് ഇഷ്ടമാണെന്ന് ഇംഗ്ലീഷിലോ മലയാളത്തിലോ അറബിയിലോ എങ്ങനെ വേണമെങ്കിലും എഴുതുക. എന്നിട്ട് അതിൻ്റെ ഒരു കാർഡ് ഉണ്ടാക്കിയിട്ട് ഉമ്മാക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഉപ്പാക്ക് കൊടുക്കുക. ഓക്കെ, റെഡി? സെറ്റ്. എന്നാ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ബൈ ബൈ ബൈ. അസ്സലാമു അലൈക്കും ഗുഡ്. ആരിസ് ഉഷാർ. ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അല്ലേ?